യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, ഈ പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് ഈ വചനം കേൾക്കുവാൻ ഈ കൂട്ടായ്മയിലായിരുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ഈ ചെറിയ ചിന്തയിൽ ധ്യാനിക്കുന്നത് നമ്മുടെ മക്കളെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, 3 കൊച്ചു കാര്യം അച്ഛൻ പങ്കുവയ്ക്കാം. ഒന്ന്, നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കൊടുത്ത് വളർത്തണം. അങ്ങനെ ദൈവത്തെ കൊടുത്ത് വളർത്തിയാൽ അവർ കൃപയിലാകും. ഒപ്പം തന്നെ ദൈവത്തോട് നാം ചേർന്ന് നിന്നും ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിത സാക്ഷ്യം അവർക്ക് അനുഗ്രഹമായി മാറും. അപ്പോൾ ദൈവത്തെ കൊടുത്ത് വളർത്തണം, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ എന്തു ചെയ്യും? നമ്മുടെ മക്കൾ ദൈവകൃപയിൽ വളരും. ഇന്നലെ ഗാവുൽത്ത ധ്യാന കേന്ദ്രത്തിൽ വെള്ളിയാഴ്ചത്തെ ഏകദിന ശുശ്രൂഷയായിരുന്നു. 2 കുഞ്ഞുമക്കൾ അവരുടെ മാതാപിതാക്കൾ അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് വന്നു. ഒത്തിരി പേര് വന്നു. 2 കുഞ്ഞുങ്ങളുടെ കേസ് മക്കളെ പറ്റി ചിന്തിച്ചവൾ പങ്കുവെച്ചൊന്നുള്ളൂ കേട്ടോ. ആദ്യത്തെ കൊച്ച് അവന് ഡാഡിയായിട്ട് എൻ്റെ റൂമിലേക്ക് വന്നു. എൻ്റെ ദൈവമേ, ആ കൊച്ച് ഭയങ്കര കരച്ചിൽ. എൻ്റെ റൂമിലേക്ക് വരാൻ എങ്ങാണ്ട് അവനെങ്ങാണ്ട് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകുമ്പോഴല്ല, അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓളിയിട്ട് കരയാം. എന്നെ കണ്ടപ്പോഴാണ് കരച്ചിൽ കൂടുകയും ചെയ്തു. ഞാനപ്പോൾ അവനെ തൊട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, സഹോദര, ഞാൻ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം, അവന് മേത്തോടാവാൻ അനുവദിക്കില്ല, ഞാൻ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. 2ാമത്തെ കൊച്ചു വന്നേ, ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കൊച്ചിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഗ്രേസ് കൊച്ചിൻ്റെ മുഖത്ത് കാണാൻ സാധിക്കും. ആ കൊച്ചൻ്റെ റൂമിലേക്ക് വന്നു. ആ കൊച്ചിൻ്റെ ഡാഡി പറഞ്ഞു, മോനെ കൈ കൂപ്പിടാമെന്ന് പറഞ്ഞു. കൊച്ചുകുട്ടിയാണ്. അവനിങ്ങനെ കൈ കൂപ്പുകയാണേ, കണ്ണു അടച്ചു. ഭയങ്കര ഒരു അഭിഷേകം എനിക്കെന്നെ തോന്നുക. ഞാൻ ആ കൊച്ചിനെയും പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെക്കുറിച്ച് സ്വാഭാവികമായിട്ടോ എല്ലാവരും ഉത്കണ്ഠപ്പെടുകയൊക്കെ ചെയ്യും. സാരമില്ല. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ കൊച്ചുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒപ്പം അച്ഛൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഒപ്പം അച്ഛൻ ആശീർവാദം തരുകയും ചെയ്യാം. കർത്താവായ ദൈവമേ, ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവരെ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ. കൃപയിലും അഭിഷേകത്തിലും വളരുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും, ഇനി ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്കും നിൻ്റെ കൃപയും അനുഗ്രഹവും കടന്നു വരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.